റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തനിക്ക് ഉറപ്പ് നൽകിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം. റഷ്യയെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളിലെ ഒരു വലിയ ചുവടുവയ്പായിരിക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. See it stop. So I was not happy that India was buying oil, and he assured me today that they will not be buying oil from Russia. That's a big stop. Now I got to get China to do the same thing. You know, that is relatively easy compared to what we just did over the last week in the Middle East. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര തത്സമയം ചേരുകയാണ്. മധു, ശരിക്കും ഈ ഡൊണാൾഡ് ട്രംപ് വായ തുറന്നു കഴിഞ്ഞാൽ പല രാജ്യങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം അദ്ദേഹം പറയുമെന്നുള്ള ഉറപ്പാണ്. ഇപ്പോൾ ഇന്ത്യക്കാണ് പണി വന്നിരിക്കുന്നത്. ഓക്കെ മധു, പറയൂ. ഗുഡ് മോർണിംഗ് അസ്കേൻ. ഇത് ഇന്ത്യക്ക് പണി വരുന്നെന്നുള്ള രീതിയിൽ നമുക്ക് കാണുവാൻ പറ്റത്തില്ല. കാര്യം ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ആളിന്റെ ഒരു പ്രത്യേകത, അദ്ദേഹം കൃത്യമായ പൊസിഷനിൽ കൃത്യമായ ആൾക്കാരെ പ്രയോഗിക്കാറുണ്ട്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തനും ഒരു ഡിപ്ലോമാറ്റിക് ലൈനിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുള്ള സെർജിയോ ഗോൾഡിനെ അമേരിക്കയുടെ അംബാസഡറായിട്ട് ഇന്ത്യയിൽ നിയമിച്ചു. നിയമനം നടന്ന ഉടൻ തന്നെ അദ്ദേഹം നരേന്ദ്രമോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ച നടത്തി. അമേരിക്കയുമായിട്ടുള്ള ഡിഫൻസ്, വ്യവസായം, ടെക്നോളജി മുതലായ ഇപ്പോൾ നിലവിലുള്ള വിഷയങ്ങൾ മുഴുവൻ ചർച്ച ചെയ്തതിന് ശേഷമുള്ള ഒരു മറുപടിയായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് റഷ്യയുടെ കടൽ മാർഗമുള്ള ക്രൂഡ് ഓയിൽ കയറ്റുമതിയിൽ ഇന്ത്യയും ചൈനയും മുൻനിരയിൽ നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ ഈ റഷ്യൻ എണ്ണ വാങ്ങുന്നതൊക്കെ ഒഴിവാക്കിയതിനെ തുടർന്ന് റഷ്യ ഈ വിലക്കുറവ് പ്രഖ്യാപിച്ചിരുന്നു. ഇതായിരുന്നു ഇന്ത്യയും ചൈനയും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം. സെപ്റ്റംബറിൽ 1.62 മില്യൺ ബാരൽസ് ആണ് ഇന്ത്യ വാങ്ങിയത്. അതായത് ഇന്ത്യയുടെ മൊത്തം ഇറക്കുമതിയിലെ 1/3 റഷ്യൻ എണ്ണയായിരുന്നു. ഇന്ത്യ റഷ്യൻ എണ്ണ ഇറക്കുമതി നിർത്തുമെന്ന് മോദി തന്നോട് പറഞ്ഞതായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് പറയുന്നത്. ഓവൽ ഓഫീസിൽ മാധ്യമങ്ങളുമായിട്ട് സംസാരിക്കവെയാണ് ട്രംപ് ഇത് പറഞ്ഞത്. അദ്ദേഹം അത് മാത്രമല്ല പറയുന്നത്, മോദി എൻ്റെ ഒരു സുഹൃത്താണ്, ഞങ്ങൾ തമ്മിൽ വളരെ നല്ലൊരു ബന്ധമുണ്ട്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ അമേരിക്കയ്ക്ക് അത്ര തൃപ്തിയില്ല. കാരണം 1.5 ലക്ഷത്തോളം ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട യുക്രൈൻ യുദ്ധം തുടരുവാൻ റഷ്യക്ക് ഇത് വലിയ തോതിൽ സഹായിക്കുകയുണ്ടായി. അതുപോലെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ലെന്ന് മോദി തനിക്ക് ഉറപ്പ് നൽകിയെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. അതൊരു വലിയ ചുവടുവെപ്പാണെന്ന് ട്രംപ് പറയുന്നു. ചൈനയും ഇതേ രീതിയിൽ സമ്മതിപ്പിച്ചെടുക്കണം. ഇന്ത്യ ഈ വില കുറഞ്ഞ റഷ്യ എണ്ണ വാങ്ങുന്നത് തുടരുന്നത് ഈ അമേരിക്കയുടെ ട്രേഡ് വാർ രൂക്ഷമാക്കുന്നുവെന്ന് ട്രംപ് പറയുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തണമെന്ന് ഡൊണാൾഡ് ട്രംപ് മാസങ്ങളായിട്ട് ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴാണ് ഈ മഞ്ഞുരുകുന്ന ഒരു അവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഓഗസ്റ്റിൽ റഷ്യൻ എണ്ണ, വാതകവും അതുപോലെ ഇറക്കുമതി ചെയ്യുന്നതിനൊക്കെയുള്ള പിഴയായി ഇന്ത്യക്ക് ഒരു 25% അധിക തീരുവ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തലാക്കാനുള്ള ഇന്ത്യയുടെ നീക്കം യുക്രൈൻ യുദ്ധം വേഗത്തിലാക്കുമെന്ന് ട്രംപ് പറയുന്നു. അത് മാത്രമല്ല, ഡൊണാൾഡ് ട്രംപ് പറയുന്നത് അത്ര പെട്ടെന്ന് ഇത് നിർത്താൻ പറ്റത്തില്ല. അതേസമയം ഈ യുക്രൈൻ യുദ്ധം കഴിഞ്ഞാൽ റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യക്ക് തുടരുവാൻ സാധിക്കുമെന്നും ട്രംപ് പറഞ്ഞു വെക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.